ലാലേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജിൻഡോയെയും ഗബ്രിയെയും ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് പുറത്താക്കിയിരിക്കുന്നു. പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട് 18+ എന്ന് എഴുതിയൊരു മാല അവിടെ ബിഗ് ബോസ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ആ ഒരു മാല ബിഗ് ബോസിൽ അസഭ്യ വർഷങ്ങൾ, മോശം വാക്കുകൾ പറയുന്ന വ്യക്തികളുടെ കഴുത്തിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കൂ. എല്ലാവരും ചെന്ന് ഗബ്രിയുടെയും ജിൻഡോൻ്റെയും കഴുത്തിലാണ് ആ ഒരു മാല ചെന്ന് അണിയിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഗബ്രിനോടും ജിൻഡോനോടും എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നുണ്ട് ലാലേട്ടൻ. എന്നിട്ട് ബിഗ് ബോസിനോട് ലാലേട്ടൻ പറയുന്നുണ്ട്, ഇവരെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം, എൻ്റെ താല്പര്യപ്രകാരം ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുന്നു. മോശം വാക്കുകൾ പറഞ്ഞതിന്, അസഭ്യ വർഷങ്ങൾ പറഞ്ഞതിന്, ഈ ഒരു ഷോയെ മാലിന്യമാക്കുന്നതിന് ഇവരെ രണ്ടുപേരെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് ലാലേട്ടൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, മോശം വാക്കുകൾ പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഗബ്രിയും ജിൻഡോയും വാ തുറക്കുന്നത്. ഇവരെന്ത് പറഞ്ഞ് അവസാനിപ്പിച്ചാലും വീട്ടുകാരെയും അതുപോലെ തന്നെ ഇത് പച്ചത്തെറി എന്നൊക്കെ പറയില്ല, അമ്മാതിരി സാധനങ്ങളാണ് ഇവരുടെ വായിന്ന് വരുന്നത്. അത് ഗബ്രി ആയാലും ജിൻഡോ ആയാലും ഒരുപോലെ ആയിരിക്കും. ഇതിനൊരു വമ്പൻ ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ സ്പോട്ട് എവിക്ഷനിലൂടെ ഇവർ രണ്ടുപേരെയും പുറത്താക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് നമുക്ക് ഇതിനു മുന്നേ എങ്ങും കിട്ടിയില്ല. സ്പോട്ട് എവിക്ഷൻ നടക്കാൻ പോകുന്നതും ലാലേട്ടൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം രണ്ടുപേരെ ഇറക്കി വിടുന്നതും അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് ജിൻഡോയും ഗബ്രിയും പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അവരെ വിളിക്കുന്നുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞ് ജിൻഡോയും ഗബ്രിയും ബിഗ് ബോസിനെ വിട്ട് പോവുകയാണ്. രണ്ടുപേരും എവിക്റ്റ് ആയിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന്. എവിക്റ്റ് ആയതിനുപരി മാനം കെട്ടൊരു ഇറങ്ങിപ്പോക്കായിപ്പോയി. ഇത്തരത്തിലൊരു മോശം ഭാഷയും ഇതുപോലെ തന്നെ അസഭ്യ വർഷങ്ങളും ഇത്രയും ലക്ഷക്കണക്കിന് മലയാളികൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതെന്ന് പറഞ്ഞ് ലാലേട്ടനെ പോലൊരു ഇത്രയും വലിയൊരു ആക്ടർ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുന്ന മാലിന്യം അല്ലെങ്കിൽ മാനക്കേടായി മാറിയിരിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും. ഇത് സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തൊക്കെയായാലും അവരെ പുറത്താക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രൊമോ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് അവരോട് പ്രധാന വാതിൽ വഴി പുറത്തേക്ക് വരാൻ പറയുന്നുണ്ട്. അവർ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനോട് യാത്ര പറഞ്ഞ് ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയായാലും ഇന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും നല്ല പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റൻസിനെ ഞാൻ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ കണ്ടിട്ടില്ല. വെറുതെ ചെറിയൊരു കാര്യത്തിന് വരെ ചെറ്റ, നാറി, അങ്ങനെയുള്ള പച്ചത്തെറികൾ പോലുള്ള സംഭവങ്ങളാണ് ഗബ്രിയുടെ വായെന്ന് വരുന്നത്. അതുപോലുള്ള മോശം വാക്കുകൾ തന്നെയാണ് ജിൻഡോയും പറയുന്നത്. ലാലേട്ടൻ ഇത്രയും വലിയൊരു തീരുമാനം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ശിക്ഷ ഇവർക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും രണ്ടുപേരും സ്പോട്ട് എവിക്ഷനിൽ പുറത്തായ രീതിയിലാണ് ഇപ്പോൾ പ്രൊമോ വീഡിയോ വന്നിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ ശ്രമിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്